ചിരിനെ തന്നെ ഒന്നും കഴിച്ചില്ലേ? രാവിലെ എന്നാ മെനക്കെടുത്താനെ എന്നാ കൊണ്ടുപോ. പിറ്റേന്നും വന്ന് ചോദിച്ചു, അണ്ണാ എത്തിപ്പഴം മറിച്ചിരിനെ നീ വീണ്ടും വന്നാ എന്നാ കൊണ്ടുപോ. പിറ്റേന്നും വന്ന് ചോദിച്ചു, അണ്ണാ ഇന്നെനിക്ക് 2 കുലാത്തിപ്പഴം മറിച്ചിരിയോ അണ്ണാ? മുതല ചോദിച്ചു. അപ്പൊ കുരങ്ങൻ പറഞ്ഞു, അതെന്തിരുന്നതാ? എന്റെ ഭാര്യയ്ക്കും കൂടി കൊടുക്കാൻ മുതല പറഞ്ഞു. ഇപ്പോഴും കുരങ്ങൻ കൊടുത്തു, ഇതാ കൊണ്ടുപോ. അങ്ങനെ മുതല അത്തിപ്പഴമായി തന്റെ വീട്ടിലേക്ക് പോയിട്ട് ഭാര്യനെ വിളിച്ചു, എടി തങ്കമ്മേ തങ്ങൂ, ഇങ്ങോട്ട് വന്നാണ്, നീ നോക്ക്. എന്തിനാ ഇതൊന്ന് കഴിച്ചു നോക്കിക്കാണ്. അപ്പോ എന്തൊരു രുചിയെന്നാ ആര് തന്നത്? ഭാര്യ ചോദിച്ചു. മുതല പറഞ്ഞു, എന്റെ കൂട്ടുകാരനായ കുരങ്ങൻ തന്നതാ. ഇത്രയും രുചിയുള്ള അത്തിപ്പഴം കഴിക്കുന്ന കുരങ്ങന്റെ ഹൃദയം എന്ത് രുചിയായിരിക്കും? എനിക്ക് എന്റെ ഹൃദയം വേണം. അപ്പോഴും മുതല പറഞ്ഞു, പോടി എന്റെ കൂട്ടുകാരല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴും ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് ഞാനാണോ വലുത് അവരാണോ വലുത് എന്ന് പറഞ്ഞു വഴക്കുണ്ടാക്കി. എന്നിട്ട് ഭാര്യ എന്നിട്ട് മുതല വിഷമത്തിലായി. അപ്പോഴും മുതലയ്ക്ക് കുറെ തന്ത്രം ആലോചിച്ച് അതൊന്നും പറ്റാതെ ഒരു തന്ത്രം കിട്ടി. ആ തന്ത്രം ഉള്ളതെന്ന് വിചാരിച്ച് മുതലെടുത്ത് കുരങ്ങൻ്റെ അടുത്ത് നീന്തി ചെന്ന് പറഞ്ഞു, അണ്ണാ നിങ്ങളൊന്നും കഴിച്ചില്ലേ? അപ്പോഴും കുരങ്ങൻ പറഞ്ഞു, ഞാൻ ഒന്നും കഴിച്ചില്ലേ. അപ്പോഴും മുതല് പറഞ്ഞു, എന്നാ എന്റെ വീട്ടിലേക്ക് നിനക്ക് വേണ്ടി എന്റെ ഭാര്യ സദ്യ ഉണ്ടാക്കി വെച്ചേക്കും. അപ്പോഴും കുരങ്ങൻ പറഞ്ഞു, ഞാൻ ഒന്നും വരണില്ലേ എന്ന് പറഞ്ഞു. അപ്പോഴ് വീണ്ടും മുതല പറഞ്ഞു, എന്നാ പായസം ഉണ്ടെന്നാ. അപ്പോഴ് കുരങ്ങൻ പറഞ്ഞു, പായസം ഉണ്ടാ, എന്നാ വരാം. ഞാൻ എങ്ങനെ നിന്റെ വീട്ടിലേക്ക് വരണ? മുതല പറഞ്ഞു, എന്റെ പുറത്ത് കയറും. അങ്ങനെ മുതലയുടെ പുറത്ത് കുരങ്ങൻ കയറി പോയി. പുഴയുടെ നടുക്കെത്തിയപ്പോഴാണ് സത്യം പറഞ്ഞത്. അണ്ണാ എന്തിരി പറ, അണ്ണാ എന്തിരി പറ, അണ്ണാ അത് പിന്നെ നിനക്കൊന്ന് സദ്യ ഇല്ല, നീ ഇന്നത്തെ ഞങ്ങളുടെ സദ്യ. അത് കേട്ട് കുരങ്ങൻ ഞെട്ടിയ ഭാവം പുറത്ത് കാണിച്ചില്ല. എന്നിട്ട് വീണ്ടും മുതല പറഞ്ഞു, എന്റെ ഭാര്യയ്ക്ക് നിന്റെ ഹൃദയം കഴിക്കാൻ ഭയങ്കര ആഗ്രഹം, അതുകൊണ്ടാ. അപ്പോഴും കുരങ്ങൻ പറഞ്ഞു, എന്റെ കരള് നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ടതിൽ നിന്ന് സന്തോഷമുണ്ട്. പക്ഷേ എന്തോന്ന് പക്ഷേ? നിനക്ക് നേരത്തെ അവിടെ വെച്ച് പറഞ്ഞൂടെ എന്റെ ഹൃദയ അത്തിമരത്തിന്റെ ഏറ്റവും മുകളിൽ കെട്ടി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോഴും മുതല പറഞ്ഞു, ഇനി എന്തിനാൻ? അപ്പോഴും കുരങ്ങൻ പറഞ്ഞു, എന്തിനാൻ തിരിച്ചു പോണം. അങ്ങനെ വീണ്ടും പഴയ സ്ഥലത്തെത്തി. എന്നിട്ട് മുതലയുടെ പുറത്തുനിന്നിറങ്ങി പുഴക്കരയിലെത്തിയിട്ട് ചാട്ടം ചാടി അത്തിമരത്തിന്റെ മുകളിൽ കുരങ്ങൻ എത്തി. ഇപ്പോഴും മുതല പറഞ്ഞു, അണ്ണാ ഹൃദയം എടുത്തോണ്ട് വാ. ഇപ്പോഴും കുരങ്ങ് പറഞ്ഞു, നിനക്കിപ്പോ എടുത്തോണ്ട് വരണ്ട. എടാ മരം വേണ്ട, നിന്നെ പോലത്തെ ആരെങ്കിലും ഉണ്ടടാ? ആർക്കെങ്കിലും ഹൃദയം ഇല്ലാതെ ജീവിക്കാൻ പറ്റിയോ? നീ ചതിയാണ്, നീ എന്നെ ചതിച്ച്. ഇനി നിന്റെ ഒരു കൂട്ടുകാരില്ല കീട്ടുകാരില്ല, പോടാ എന്ന് പറഞ്ഞു. നീ എന്റെ കൺമുമ്പിൽ കണ്ടുപോർത്ത് കേട്ട
ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ എല്ലാരെയും പിടിച്ച് കൂട്ടുകാരാക്കരുത്. ചിലവര് നമ്മളെ ചതിക്കും. രണ്ട്, നമ്മൾ ആപത്തിൽ പെട്ടാൽ നമ്മൾ പേടിക്കരുത്. നമ്മൾ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കണം കേട്ടോ. എൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.